നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ടെക് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു ചൂട് കാലത്തൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കൊരു സീറോ ചെലവിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു കൂളർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, സൈഡിലെ ബെല്ലൈക്കൺ ഒന്ന് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം 2 ബോട്ടിൽ എടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് കുപ്പിയൊക്കെ മുറിക്കാൻ വേണ്ടി ഒരു ബ്ലേഡ് വേണം. അതുപോലെ തന്നെ നൂൽ കമ്പി ചെറുത് ഒരു 4 എണ്ണം വേണം നമുക്കത്. അതുപോലെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സോൾഡറിങ് ആണ്. അതിനുശേഷം നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ കുപ്പിയിലുള്ള ആ പ്ലാസ്റ്റിക് പരസ്യം അതങ്ങ് നമുക്ക് കളഞ്ഞേക്കാം, അതിൻ്റെ ആവശ്യമില്ല, നമുക്കത് കീറിക്കളഞ്ഞേക്കാം. അതിനുശേഷം കുപ്പിയുടെ താഴെ ഭാഗത്ത് അതിൻ്റെ പകുതിയോളം നമുക്ക് മുറിച്ചെടുക്കാം. ആസ്ട്രോ ബ്ലേഡ് വെച്ച് അത് കറക്റ്റ് ലെവലിൽ തന്നെ മുറിച്ചെടുക്കാൻ നോക്കുക. ആസ്ട്രോ ബ്ലേഡ് ഇല്ലെങ്കിൽ നമുക്കിപ്പം വീട്ടിൽ മുറിച്ചുള്ള പിച്ചാത്തി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് മുറിച്ചെടുക്കാം. അത് ആ കുപ്പി നമ്മളിപ്പം അത് കറക്റ്റാக മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ സോൾഡറിങ് ആണ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഈ പകുതി ഭാഗം വരെ നമുക്ക് ചെറിയ ചെറിയ ഊട്ടയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സോൾഡറിങ് ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ആണി വല്ലതും ഉണ്ടെങ്കിൽ ആണി ഇങ്ങനെ പ്ലെയറായിട്ട് പിടിപ്പിച്ചിട്ട് ചൂടാക്കിയിട്ട് ഊട്ടയിട്ടാലും മതി. ഇത് ഞാൻ എളുപ്പം ചെയ്യാൻ വേണ്ടി സോൾഡറിങ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അത് നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെറിയ ചെറിയ ഊട്ടയിട്ട് കൊടുക്കാം. കൈയെല്ലാം സൂക്ഷിച്ചോണം. ഇപ്പം നമ്മൾ അത് കറക്റ്റ് ഇങ്ങനെ ഊട്ടയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 2 കുപ്പിയും അതുപോലെ എടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ 2 കുപ്പിയും കറക്റ്റാக ഊട്ടയിട്ട് അതിൻ്റെ പകുതിയോളം ശരിയാക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു 4 കമ്പി വേണം, നൂൽ കമ്പി. നേരത്തെ പറഞ്ഞ കണക്ക് 4 നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ കുപ്പിയുടെ സൈഡിലത്തെ ദ്വാരത്തിലൂടെ അത് അകത്തൂടെ കയറ്റിയിട്ട് പിന്നെ അടപ്പിൻ്റെ അവിടെയായിട്ട് 2 എണ്ണം കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് അത് മുറുക്കി വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫാനിൻ്റെ 2 സൈഡിലായിട്ടും ഈ കുപ്പിയുടെ ഇത് നമ്മൾ ടൈറ്റായിട്ട് നമുക്ക് വെക്കാം. നമ്മൾ മുറുക്കി തന്നെ വെക്കണം, പോകത്തില്ല. 2 സൈഡിലായിട്ട് അങ്ങനെ വെക്കണം. നമ്മളിപ്പം 2 സൈഡിലും അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത വെള്ളം ഈ കുപ്പിക്കകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് പോകാതെ കുപ്പി നേരെ പിടിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ പകുതിയോളം നമ്മൾ ഊട്ടിയിടാത്ത സ്ഥലമുണ്ട്, അത്രത്തോളം വെള്ളം നിറച്ച് കൊടുക്കണം. 2 സൈഡിൻ്റെയും തണുത്ത വെള്ളം. വെള്ളം ഇപ്പം നമ്മൾ 2 കുപ്പിയിൽ നിറച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ഫാൻ ഓണാക്കാം. അത് തിരിച്ച് വെച്ചതിന് ശേഷം ഫാൻ ഓണാക്കാം. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം.
വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫാനിനകത്തുനിന്ന് നല്ല തണുത്ത കാറ്റ് കിട്ടുന്നതാണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. എന്നുവെച്ചാൽ നമുക്കത്ര ചിലവൊന്നും ആകത്തില്ല. വീട്ടിലുള്ള ഉപകരണമൊക്കെ വെച്ച് തന്നെ നമുക്ക് എളുപ്പമൊന്നും ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ സൈഡിലുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.